നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ലയണൽ മെസ്സി അർജന്റീന ദേശീയ ടീമിനോടൊപ്പം വളരെ മനോഹരമായ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അർജന്റീനക്കൊപ്പം ഖത്തർ വേൾഡ് കപ്പ് കിരീടമാണ് മെസ്സി സ്വന്തമാക്കിയത്. ഇനിയിപ്പോൾ ഈ വർഷം നടക്കുന്ന കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തുക എന്നുള്ളതാണ് മെസ്സിയുടെയും അർജന്റീനയുടെയും മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുശേഷമാണ് പാരീസ് ഒളിമ്പിക്സ് അരങ്ങേറുന്നത്. ജൂലൈ 24-ാം തീയതി മുതൽ ഓഗസ്റ്റ് 10-ാം തീയതി വരെയാണ് ഒളിമ്പിക്സിലെ ഫുട്ബോൾ കോമ്പറ്റീഷൻ അരങ്ങേറുന്നത്. ഒളിമ്പിക്സിനുള്ള യോഗ്യത അർജന്റീന നേടിയിട്ടില്ല. യോഗ്യതാ മത്സരങ്ങൾ നടക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒളിമ്പിക്സിൽ അണ്ടർ 23 താരങ്ങളാണ് പങ്കെടുക്കുകയെങ്കിലും പരിമിതമായ സീനിയർ താരങ്ങൾക്കും പങ്കെടുക്കാൻ സാധിക്കും. ലയണൽ മെസ്സിയെ അർജന്റീനയുടെ ഒളിമ്പിക് ടീമിൽ പങ്കെടുപ്പിക്കാൻ അല്ലെങ്കിൽ കളിപ്പിക്കാൻ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ പരിശീലകനായ ഹവിയർ മഷരാനോ തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ തിയാഗോ അൽമേഡയും അക്കാര്യം ആവർത്തിച്ചിട്ടുണ്ട്. അതായത് മെസ്സിയെ അർജന്റീനയുടെ ഒളിമ്പിക് ടീമിലേക്ക് ക്ഷണിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അൽമേഡയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒളിമ്പിക്സ് സ്ക്വാഡിന്റെ ഭാഗമാകുന്നതിനെ കുറിച്ച് സ്കലോണിയുടെ കോച്ചിങ് സ്റ്റാഫ് എന്നെ ഓർമ്മിപ്പിച്ചിരുന്നു. ഞാൻ പിന്നീട് നേരിട്ട് മഷരാനോയോട് സംസാരിച്ചു. ഒളിമ്പിക്സിൽ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ ഞാൻ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വളരെ നല്ല രൂപത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മികച്ച താരങ്ങൾ ഞങ്ങൾക്കുണ്ട്. യോഗ്യത നേടാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല, ലയണൽ മെസ്സിക്ക് കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിലേക്ക് കടന്നു വരാം. മെസ്സിയെ എപ്പോഴും ഞങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. ഇതാണ് തിയാഗോ അൽമേഡ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മെസ്സി ഒളിമ്പിക്സിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതകളൊക്കെ വരേണ്ടതുണ്ട്. കാരണം വളരെ തിരക്കേറിയ ഒരു ഷെഡ്യൂളാണ് ഇനിയിപ്പോൾ ഈ വർഷം മെസ്സിയെ കാത്തിരിക്കുന്നത്. കോപ്പ അമേരിക്ക സമയത്ത് തന്നെ ഒരുപാട് MLS മത്സരങ്ങൾ മെസ്സിക്ക് നഷ്ടമാകും. മാത്രമല്ല, ലീഗ്സ് കപ്പ് മത്സരങ്ങളിൽ മെസ്സിക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒളിമ്പിക്സിൽ മെസ്സി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.